ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ നാടൻ ഗരം മസാല പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും പെരിഞ്ജീരകമാണ് കൂട്ടിച്ചേർക്കാറ് ഗരം മസാലയ്ക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മല്ലിയും കൂടി ചേർക്കുന്നുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഗരം മസാലയിൽ മല്ലി ചേർക്കാറില്ല, പക്ഷെ ഞാനെപ്പോഴും ഉണ്ടാക്കുമ്പോൾ മല്ലി ചേർക്കാറുണ്ട്. അത് നല്ലൊരു ഫ്ലേവർ തന്നെയായിരിക്കും ഈ മസാലയ്ക്ക്. അപ്പോൾ മല്ലി ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം, അതല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ പെരിഞ്ജീരകം എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി ഭാഗം മല്ലി എടുക്കുക. അപ്പോൾ 6 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിന് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ തക്കോലം, 1 ടേബിൾ സ്പൂൺ ഏലക്ക, 1 ടേബിൾ സ്പൂൺ പട്ട, 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂ, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓരോ ഇൻഗ്രീഡിയൻസും വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മല്ലി വറുത്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും വറുത്തെടുക്കാനായിട്ട്. മല്ലി ഇതിൻ്റെ ഒരു കളർ മാറി ജസ്റ്റ് നല്ലൊരു മണം വരും, അതുവരെ നമുക്കിത് വറുത്തെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പെരിഞ്ജീരകം വറുത്തെടുക്കാം. പെരിഞ്ജീരകവും അതേപോലെ തന്നെ ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മൾ വറുത്തെടുത്താൽ മതി. ഇപ്പോൾ നല്ല ചൂടായിട്ടുള്ള പാനായ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. പെരിഞ്ജീരകം വറുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. മണം വന്ന് പിന്നെ ഇതിൻ്റെ കളറും ഒന്ന് മാറി തുടങ്ങും, അതുവരെ നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ആയിരിക്കണം. ഈ ഒരു കളർ വരുമ്പോൾ നമുക്കിത് വേറൊരു പാനിലേക്ക് മാറ്റാം. ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വറുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഏകദേശം ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു മണം വരും, അതുവരെ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. കുറേ നേരമായിട്ട് ഇത് വറുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് പരത്തി വയ്ക്കുക. ചൂടാറിയതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗരം മസാല പൊടി ഇവിടെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്കിട്ട് ഇതൊന്നും കൂടി തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ജാറിലിട്ടിട്ട് നമുക്കിത് വെക്കാം. ഇത് ഏകദേശം ഒരു 6 മാസത്തോളം ഇതിങ്ങനെ തന്നെ കേടുകൂടാതെ ഇരിക്കും. പക്ഷെ നമ്മളിതിലേക്ക് നനഞ്ഞ സ്പൂൺ അങ്ങനെയൊന്നും ഇടരുത്. പിന്നെ നല്ലൊരു മണമായിരിക്കും ഇതിന്. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പൊടികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ലൊരു മണമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് ചിക്കൻ കറി, മട്ടൺ അല്ലാതെ തന്നെ നമുക്ക് വെജിറ്റബിൾ കറി, മുട്ടക്കറി ഏതിന് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം.